കുറിച്ച് നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനുമുള്ള ഉത്തരവായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേർക്കുള്ള സംശയമാണ് എന്താണ് DEP, എങ്ങനെയാണ് അത് ഇടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും DEP കുറിച്ച് കേൾക്കുമ്പോൾ നഴ്സറിക്കാരുടെ രഹസ്യ വളം എന്നൊക്കെയാണ് നിങ്ങൾ പലരും അറിഞ്ഞിരിക്കുക അല്ലേ. അതെ, ചെടികൾ നന്നായിട്ട് പൂക്കാനും നന്നായിട്ട് വളരാനും DEP ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ സാധാരണ നിങ്ങൾ എല്ലാവരും പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, നഴ്സറികളിലൊക്കെ പോയി ചെടികൾ മേടിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന ചെടികൾ കിട്ടും. പക്ഷെ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ അധികം പൂത്തൊന്നും കാണാറില്ല. എന്തുകൊണ്ടാണിത്? അതിൻ്റെ ഒരു അന്വേഷണം ചെന്നെത്തുന്നത് DEPയിലായിരിക്കും. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നഴ്സറിക്കാരെല്ലാം DEP യൂസ് ചെയ്തിട്ടാണ് ചെറിയ ചെടികൾ പോലും നന്നായിട്ട് പൂപ്പിച്ച് നിൽക്കുന്നതെന്നല്ലേ. എന്നാൽ അത് സത്യമാണ് താനും. അപ്പോൾ എന്താണ് DEP, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് ചെടികൾക്ക് സഹായമാകുന്നത്, അത് എങ്ങനെയാണ് എന്താണ് ചെടികളെ വളർത്തുന്നത്, ഓരോ ചെടികൾക്കും അത് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഇന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് DAP എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് DAP? ശരിക്കും പറഞ്ഞാൽ DAP എന്ന് പറയുന്നത് ഡി അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇത് 2 തരം പ്രധാന പോഷകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഒന്ന് നൈട്രജൻ, രണ്ടാമത്തത് ഫോസ്ഫറസ്. അപ്പോൾ നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഇലകളും തണ്ടുകളും പച്ചയും ശക്തമായിട്ടൊക്കെ നിൽക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഈ നൈട്രജൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഫോസ്ഫറസ്, അതെന്ന് വെച്ചാൽ റൂട്ട്, എന്താ പറയുക, പൂവിൻ്റെ വലിപ്പം, വണ്ണം, ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ്, നല്ല നിറം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്നതാണ് DAP എന്ന് പറയുന്നത്. DAPയിൽ ശരിക്കും അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ 18%, ഫോസ്ഫറസ് 46%. അതായത് 1 കിലോ DAPയിൽ 180 ഗ്രാം നൈട്രജനും 460 ഗ്രാം ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് DAP എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതൊന്ന് നോക്കാം. DAP റോസുകൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാം, എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സുകൾക്കും ഉപയോഗിക്കാം, പഴവർഗ്ഗ ചെടികൾക്കും DAP ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് പ്രത്യേകിച്ച് റോസുകൾക്ക് എങ്ങനെയാണ് DAP വഴിയായിട്ട് ചെടിയിൽ നിറച്ച് കൂമ്പുകൾ വരുന്നുണ്ട്, നല്ല പച്ചപ്പ് കിട്ടുന്നുണ്ട്, നല്ല വലുപ്പമുള്ള പൂക്കളൊക്കെ കിട്ടുന്നുണ്ട്, ഇലയുടെ നിറം മങ്ങാതെ പച്ചപ്പോടുകൂടി എപ്പോഴും നിൽക്കാം. ചെടിക്ക് ഓവറാൾ മൊത്തത്തിലെടുത്താൽ അതിൻ്റെ ഹെൽത്ത് മെച്ചപ്പെടുന്നതായി കാണാം, ഹെൽത്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം DAP കൊടുക്കുമ്പോൾ. അപ്പോൾ പല പോട്ടുകളിലേക്കുള്ള DAPയും പല രീതിയിലാണ് ഇടുക. അപ്പോൾ നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര DAP ആണ് ഒരു പോട്ടിലേക്ക് ഇടുക എന്നുള്ളത് അല്ലേ. ഒരു ചെടിക്ക് എത്ര DAP കൊടുക്കണം? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. എന്താണെന്നറിയാമോ? ഓരോ ചെടിക്കും ഓരോ രീതിയിലാണ് DAP കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന് ഒരു രീതിയിൽ, അല്ലെങ്കിൽ റോസുകൾക്കൊരു രീതിയിൽ, ഫ്ലവറിങ് പ്ലാന്റ്സിന് ഒരു രീതിയിൽ, അങ്ങനെയാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല കേട്ടോ. ഓരോ ചെടിയും നിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് ഓരോ രീതിയിൽ DAP കൊടുക്കാം. ഈ നിൽക്കുന്ന പോട്ടുകൾക്കനുസരിച്ച്, ഇപ്പോൾ തറയിലാണെങ്കിൽ നിൽക്കുന്നതെങ്കിൽ അങ്ങനെ, അപ്പോൾ ഓരോ പോട്ടുകൾക്കും അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് DAP കൊടുക്കുന്നതെന്നുള്ളത് ഞാനൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ചട്ടിയിലുള്ള നിൽക്കുന്ന റോസുകളാണ്. അപ്പോൾ പല ടൈപ്പ് ചട്ടികളിൽ എങ്ങനെയാണ് DAP ഇടുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നിൽക്കുന്ന ഒരു ചട്ടിയിൽ നിൽക്കുന്ന ഒരു റോസാണ്. ഇതിലെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഇത്രത്തോളം വലിയൊരു ചട്ടിയാണെങ്കിൽ ഇത്രത്തോളം DAP എടുക്കണം. ഓരോ ചട്ടിയുടെയും അളവിനനുസരിച്ചാണ്, ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച്, അതായത് ഒരു ചട്ടിയിൽ എത്രത്തോളം മണ്ണ് കൊള്ളുമോ അതിനനുസരിച്ച് നമ്മുടെ ഒരു ഉദ്ദേശത്തിനാണ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം വലിയ വലുപ്പമുള്ള ചട്ടികൾക്ക് ഇത്രത്തോളം ഇട്ട് കൊടുക്കാം. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ മണ്ണ് കുത്തി കളച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതാണ്ടേ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ DAP ഡയറക്റ്റ് ഇതിൻ്റെ വേരുകളിലേക്ക് ചെല്ലാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെടി ചുവട്ടിലെ മണ്ണ് മാറ്റിയിട്ട് ചുവട്ടിലിട്ട് കൊടുത്താൽ അത് ഡയറക്റ്റ് വേരിലോട്ടാണ് പോവുക. അങ്ങനെ പോവാതിരിക്കാനാണ് നമ്മൾ ഈ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സൈഡിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മണ്ണിൽ അലിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് വേരുകളിലൂടെ കിട്ടുക. അപ്പോൾ ഇതാണ് DAP ഇടുന്നതിൻ്റെ ശരിയായ രീതി. അപ്പോൾ പലരും DAP മേടിക്കും, നേരെ കൊണ്ട് ചെല്ലും, എന്താ പറയുക, വേരിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ഇതാക്കും, അവിടെ ഇടും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചെടി കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുണ്ടാവാതിരിക്കാനാണ് ഈ ഒരു രീതിയിൽ DAP ഇടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ചെറിയ ചട്ടിയിലേക്ക് DAP ഇടുന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളൊരു വലിയ ചട്ടിയിലാണ് ഇട്ടത്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ചെറുതിലേക്ക് എടുക്കുമ്പോൾ നേരത്തെ എടുത്തതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. കണ്ടോ? നേരത്തെ എടുത്തതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. ഇതും സെയിം ഇതുപോലെ തന്നെയാണ്. നമ്മൾ സൈഡ് കുത്തി ഇളക്കുക, എന്നിട്ട് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ
ഈ 2 സൈസ് ചട്ടികൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലും ചെറിയൊരു ചട്ടിയിലേക്ക് DAP ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതെ, ഈ ചട്ടിയുടെ സൈസ് ഒന്ന് കാണിച്ചേ. ഇത് കണ്ടോ, 5 ഇഞ്ചിൻ്റെ പോട്ടാണ്, ചെറിയ ചട്ടിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചട്ടിയോ കവറോ എന്തെങ്കിലുമൊക്കെ ആവാം. അതിലേക്ക് DAP കൊടുക്കുമ്പോൾ വേണ്ടേ, നേരത്തെ എടുത്തതിൻ്റെ വീണ്ടും പകുതിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു 20 തരിയൊക്കെ വരും. ഇതൊരു നമ്മുടെ ഒരു മനക്കണക്ക് കൂട്ടലിൽ ഇടേണ്ടതാണ് കേട്ടോ. ചട്ടികൾക്ക് ഓരോന്നിനും ഓരോ സൈസായിരിക്കും. ഇതിൽ മണ്ണാണ് ഇതിനെ ആഗിരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ചട്ടിയിലെ മണ്ണിനനുസരിച്ചാണ് നമ്മൾ DAP കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ചെറിയ ചട്ടിയിൽ ഞാനൊരു 20 തരിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. സെയിം ആദ്യം പറഞ്ഞതുപോലെ തന്നെ കണ്ടേ, സൈഡിലേക്കാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി DAP ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നല്ല വെള്ളമില്ലാത്ത മണ്ണിലേക്ക് അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ചെടികളിലേക്ക് DAP ഇട്ട് കൊടുക്കരുത്. ശരിക്കും നനഞ്ഞ മണ്ണിൽ മാത്രം ഇടുക. നനഞ്ഞ മണ്ണ് നന്നായിട്ട് കുത്തി ഇളക്കിയതിന് ശേഷം അതിലേക്ക് മാത്രം DAP ഇട്ട് കൊടുക്കുക. ഇത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വെള്ളമില്ലാത്ത മണ്ണിലാണ് DAP ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് അവിടെ കിടക്കും, അത് അലിഞ്ഞ് മണ്ണിലോട്ട് ചേരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലവും കിട്ടില്ല. പിന്നെ മാസത്തിൽ 2 പ്രാവശ്യമാണ് ഞങ്ങളിതിവിടെ ഇട്ട് കൊടുക്കുക. ഓരോരുത്തരും ഓരോ രീതി, 10 ദിവസത്തിൽ ഒരിക്കൽ കൊടുക്കുന്നവരുണ്ട്. നമ്മളുടെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് 2 ആഴ്ചയിൽ ഒരിക്കലാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു DAP കൊടുക്കുന്ന സമയത്ത് മറ്റ് വളങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് രാസവളങ്ങളൊന്നും തന്നെ ആ സമയത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ DAPയുടെ പാക്കറ്റിൽ തന്നെ വളരെ കൃത്യമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് എന്താ പറയുക, ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ, കുട്ടികളുള്ള സ്ഥലങ്ങളിലൊന്നും അത് വെക്കരുത്, മാറ്റി വെക്കേണ്ടതാണ്. പിന്നെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ആവശ്യമില്ലാണ്ട് വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വേരിലൊക്കെ തട്ടുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ചെടികൾ ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മിതത്വം പാലിച്ച് വേണം DAP കൊടുക്കാൻ. പിന്നെ നമ്മൾ റോസിനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് DAP സൂക്ഷിച്ച് വെക്കുമ്പോൾ സൂര്യപ്രകാശം ഉള്ളിടത്ത് മാത്രം വെച്ചിരിക്കുക കേട്ടോ. ചെറിയ ഈർപ്പമെങ്കിലും ഉള്ള സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് മാത്രം ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റോസ് പ്ലാന്റ് ഫ്ലവർ ചെയ്യാത്തതിൻ്റെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റോസ് ചെടികളും മറ്റ് ചെടികളും നന്നായിട്ട് പൂക്കാത്തതിന് കാരണം നിങ്ങളുടെ അറിവില്ലായ്മയായിട്ട് വരരുത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും പറഞ്ഞു തരാൻ ശ്രമിച്ചത്. എന്താണ്, എങ്ങനെയൊക്കെയാണ് DAP ഇടേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് നമ്മുടെ ചെടികളിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനനുസരിച്ച് ഇനി ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരത്തെ ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ചെയ്യുന്നവരും അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക, ഗാർഡനിങ് വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേ മുകളിലൊരു ബെൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബെൽ ബട്ടൺ കൂടെ നെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.